അനദർ വീഡിയോ ഓഫ് സൈലൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് 4A's ടെക്നിക്. അവോയ്ഡ്, അക്സെപ്റ്റ്, ഓൾട്ടർ, അഡാപ്റ്റ്. ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അവോയ്ഡ് അൺനെസസറി സ്ട്രെസ്. നമുക്ക് ചില സ്ട്രെസ്സേഴ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ലൈഫിൽ ആരെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ കൂടുതലും അവരോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ ലിമിറ്റ്സ് അറിയാം. ആ ലിമിറ്റ്സിൽ കൂടുതലുള്ള കാര്യങ്ങൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്ന കാര്യങ്ങൾ അതിനോട് നോ പറയാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാത്തിനെയും ഷെഡ്യൂൾ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് ഇപ്പോൾ ചെയ്യേണ്ടാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ആ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഓൾട്ടർ ദ സിറ്റുവേഷൻ. നമുക്ക് എല്ലാ സിറ്റുവേഷനും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസ് നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ചില ആൾക്കാർ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് തരുന്നുണ്ടെങ്കിൽ അവരോട് ഓപ്പണായിട്ട് പറയാം. അതായത് എനിക്ക് സ്ട്രെസ്സ് തരുന്നുണ്ടെന്ന് ഓപ്പണായിട്ട് റെസ്പെക്ട്ഫുള്ളായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ മാറ്റിയേക്കാം. ചില സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഓൾട്ടറും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അഡാപ്റ്റ് ദ സ്ട്രെസ്സറാണ്. ചില സ്ട്രെസ്സേഴ്സ് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് വിചാരിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ പോസിറ്റീവ് പേഴ്സ്പെക്റ്റീവ് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് മുന്നേ ചെയ്തിട്ടൊന്നും എനിക്ക് ഇതുവരെ ഒരു പാഴ്ചയോ വീഴ്ചയോ വന്നിട്ടില്ല, അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നന്നായിട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ പോസിറ്റീവ് പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ നമുക്ക് റീഫ്രെയിം ചെയ്തെടുത്ത് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡും ചെയ്യാൻ പറ്റില്ല, ഓൾട്ടറും ചെയ്യാൻ പറ്റില്ല, അഡാപ്റ്റും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആ കാര്യം അങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് അതിനെ കോപ്പ് ചെയ്യാൻ സ്ട്രെങ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിനെ നമ്മൾ ഡെത്ത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ 4A's ഓഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. താങ്ക് യു.